ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രീ സെയിലിലൂടെ ഓവർസീസിൽ നിന്ന് മാത്രമായി ഹയസ്റ്റ് റെക്കോർഡ് നേടിയിട്ടുള്ള മലയാളം മൂവീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേട്രിയോട്ടിൻ്റെ പ്രീ സെയിൽ ആരംഭിച്ച് ഒന്നാം ദിനം തന്നെ 1,25,000 മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ആദ്യ 10 സ്ഥാനത്ത് നിൽക്കുന്ന മലയാളം മൂവീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാലേട്ടൻ നായകനായി എത്തിയ എമ്പുരാൻ എന്ന ചിത്രമാണ്. $3.90 മില്യൺ ചിത്രം നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ലാലേട്ടൻ തന്നെ നായകനായി എത്തിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രമാണ്. $3,48,000. മൂന്നാം സ്ഥാനത്ത് മമ്മൂക്കയുടെ എക്സ്ട്രാ ഓർഡിനറി ചിത്രമായ കളങ്കാവലാണ്. $2,77,000. നാലാം സ്ഥാനത്തും മമ്മൂക്ക തന്നെ നായകനായി എത്തിയ ടർബോ എന്ന ചിത്രമാണ്. $2,28,000. അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ DQ നായകനായി എത്തിയ കിങ് ഓഫ് കൊത്ത എന്ന ചിത്രമാണ്. $2,26,000. ആറാം സ്ഥാനത്ത് മമ്മൂക്ക ലാലേട്ടൻ കോംബോയിൽ വരുന്ന നമ്മളേവരും കാത്തിരിക്കുന്ന പേട്രിയോട്ട് എന്ന ചിത്രമാണ്. $2,06,000. ഏഴാം സ്ഥാനത്ത് പൃഥ്വിരാജ് നായകനായി എത്തിയ ആടുജീവിതം എന്ന ചിത്രമാണ്. $1,95,000. എട്ടാം സ്ഥാനത്ത് ജയസൂര്യ നായകനായി എത്തിയ ആട് 3 എന്ന ചിത്രമാണ്. $1,62,000. ഒൻപതാം സ്ഥാനത്ത് ദിലീപ് മോഹൻലാൽ കോംബോയിൽ വന്ന ഭബബ എന്ന ചിത്രമാണ്. $1,42,000. പത്താം സ്ഥാനത്ത് മമ്മൂക്ക നായകനായി എത്തിയ ഭീഷ്മപർവം എന്ന ചിത്രമാണ്. $1,40,000. 11ാം സ്ഥാനത്ത് ലാലേട്ടൻ നായകനായി എത്തിയ തുടരും എന്ന ചിത്രമാണ്. $1,29,000. ഇനി പേട്രിയോട്ട് ഇറങ്ങാൻ വേണ്ടി വെറും 3-4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രീ സെയിൽ തീരുമ്പോഴേക്കും മമ്മൂക്ക ലാലേട്ടൻ കോംബോയിൽ വരുന്ന ഈ ഒരു ചിത്രം എത്രയായിരിക്കും നേടുക? ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാറ്റസ് വെച്ചിട്ട് $1 മില്യൺ അടിക്കുമോ? എന്തായാലും മലയാളത്തിൻ്റെ തന്നെ അല്ല, ഇന്ത്യയുടെ തന്നെ സൂപ്പർ താരങ്ങളായ മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു തരംഗം തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. പല റെക്കോർഡുകളും തകർക്കാൻ കെൽപ്പുള്ള ഒരു സിനിമയായിരിക്കും ഇത്. മമ്മൂക്ക ലാലേട്ടൻ കോംബോയും അതിനോടൊപ്പം വൈഡ് റേഞ്ച് ഓഫ് താരങ്ങൾ അണിനിരക്കുന്ന ഒരു ചിത്രമാണ് പേട്രിയോട്ട്. പേട്രിയോട്ട് പ്രീ സെയിൽ അവസാനിക്കുമ്പോൾ എത്ര നേടും എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ ഒന്ന് പറയണേ. നിങ്ങൾ പേട്രിയോട്ടിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കമൻസിലൂടെ പറയണേ. കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.